എന്തായിരുന്നു അബിയുടെ റൂമിലൊരു നാടകം? ചായയുമായി വന്ന രാജിയുടെ ചോദ്യം കേട്ട് ഗിരിധർ മൊബൈലിൽ നിന്ന് കണ്ണെടുത്ത് അവരെ നോക്കി. എന്ത് നാടകം? അല്ല, അച്ഛനും മോനും കൂടി പതിവില്ലാതൊരു സ്നേഹപ്രകടനം. അതോ അവൻ അന്ന് പറഞ്ഞ കുട്ടിയില്ലേ ലക്ഷ്മി, ആ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. അതെന്താ, രാമചന്ദ്രൻ്റെ മോൾക്ക് രണ്ടാം കെട്ടായാലും അബിയെ തന്നെ മതിയോ? അതോ ഈ തീരുമാനത്തിന് വേറെന്തേലും ഉദ്ദേശമുണ്ടോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനിപ്പോൾ അബിയോട് പറഞ്ഞതെല്ലാം സത്യമാണ്. അതിന് പിന്നിൽ അച്ഛനും മകനോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ എനിക്കറിയില്ലേ, ആ കുട്ടിയെ എങ്ങനെ കൊല്ലാനാണ് പ്ലാന്? മകൻ്റെ ഭാര്യയാക്കി ഇവിടെ കൊണ്ടുവന്നാണോ? അതോ മതി രാജി, ഒത്തിരി പറഞ്ഞങ്ങ് കയറല്ലേ. എൻ്റെ മകൻ്റെ ഭാര്യ അങ്ങനെ ഒരു കുട്ടി വേണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. അന്നെല്ലാം അബി കുറച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞ വഴി തന്നെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ കൊണ്ട് ആ ചിന്ത മാറി. ഇനി അബി വിചാരിച്ചാലും ആ കുട്ടിയെ മനസ്സിൽ നിന്ന് മാറ്റാനാവില്ല. അത്രയും അവൾ അവനിൽ പതിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് എന്ത് തിരിച്ചറിവാണ് ഗിരിധർ വർമ്മയ്ക്ക് ഉണ്ടായത്. ഇന്നലെ എനിക്കും ദേവനും കൂടി സിറ്റി ഹോസ്പിറ്റൽ പോവേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, ആക്സിഡൻ്റ് ആയ ഒരു ഫ്രണ്ടിനെ കാണാൻ. എന്നാൽ ഒരു അച്ഛൻ ഒരിക്കലും ഒരു മോനെ കാണാൻ ആഗ്രഹിക്കാത്ത രീതിയിലാണ് ഞാനും ദേവനും അബിയെ അവിടെ കണ്ടത്. എനിക്കറിയില്ല രാജി, അവൻ്റെ ആ നിൽപ്പ് എങ്ങനെ നിനക്ക് പറഞ്ഞു തരണമെന്ന്. ICUവിൽ കണ്ണും നട്ട് അവൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പ്രതീക്ഷയുമില്ല എന്ന ഭാവത്തിൽ അത്ര തകർന്നു പോയിരുന്നു അവൻ. ഞാനും ദേവനും ആദ്യം നോക്കിയത് സഞ്ജു കൂടെ ഉണ്ടോ എന്ന. അവനെ ഒപ്പം കണ്ടപ്പോൾ മനസ്സിലായി അതിലും എൻ്റെ മോന് പ്രിയപ്പെട്ട ആരോ ആണ് ICUവിലെന്ന്. ഗിരിയേട്ടാ, ലക്ഷ്മി ആയിരുന്നോ? എന്താ പറ്റിയതാ കുട്ടിക്ക്? ഇവിടെയാണ് രാജി നിന്റെ മുന്നിൽ ഞാൻ തോറ്റു പോകുന്നത്. എത്രത്തോളം നമ്മുടെ മോൻ്റെ മനസ്സ് നീ മനസ്സിലാക്കി. പക്ഷെ എനിക്കത് ആരാണെന്നറിയാൻ എൻക്വയറി ചോദിക്കേണ്ടി വന്നു. ആ കുട്ടിക്കിപ്പോൾ ഒരു ചെറിയ ആക്സിഡൻറ്റ്, കുഴപ്പമൊന്നുമില്ല, തലവിടെയോ ഇടിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ അബി നന്നായി പേടിച്ചു പോയി. നീ ഒന്നും അവനോട് ചോദിക്കേണ്ട. ഇല്ല, എന്തായാലും എൻ്റെ മോൻ്റെ ഇഷ്ടത്തിന് ഒപ്പം നിന്നല്ലോ, അത് മതി. ചിരിച്ചുകൊണ്ട് അവർ ഗിരിധരനെ ചേർന്ന് നിന്നു. ലക്ഷ്മി കിടക്കാനായി ഷീറ്റ് വിരിച്ചപ്പോഴാണ് നിത്യ അങ്ങോട്ട് വന്നത്. ചേച്ചി, ഞാനിവിടെയാണെന്ന് കിടക്കുന്നത്. എന്തു പറ്റി? പതിവില്ലാത്ത രീതിയൊക്കെ. അമ്മ പറഞ്ഞു ചേച്ചിയും അഭിറാം സാറുമായുള്ള കല്യാണം കഴിയുന്നത് വരെ ഇവിടെ കിടക്കാൻ. അതാണോ കാര്യം? നിന്റെ അമ്മയോട് പറ, എൻ്റെ അച്ഛനെ വിട്ട് ഞാൻ എങ്ങും ഓടിപ്പോവില്ല എന്ന്. അല്ലെങ്കിൽ തന്നെ എവിടെ പോവാൻ? ഇരപിടിക്കുന്ന വേട്ടക്കാരൻ്റെ സാമർഥ്യം അഭിറാം പുറകെ ഉള്ളപ്പോൾ പിന്നെ പേടി രാഹുലിനെ ഓർത്ത. ചേച്ചി പറയുന്ന അത്ര ദുഷ്ടമൊന്നുമല്ല അഭിറാം സാറ്. ഓ, 2 പേജുള്ള ബിസിനസ് മാഗസിനിലെ ഇൻ്റർവ്യൂ വായിച്ചപ്പോൾ തന്നെ അഭിറാം ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? നിനക്ക് എന്തറിയാം അയാളെ പറ്റി? എനിക്കൊന്നും അറിയില്ല, ചേച്ചി പറയുന്ന പോലെയല്ല എന്നേ പറഞ്ഞുള്ളൂ. എനിക്ക് അയാളെ പറ്റി ഒന്നും അറിയണ്ട. നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. ഇത്രക്ക് അഹങ്കാരം പാടില്ല ചേച്ചി. പുള്ളിക്ക് വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല, അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാവും. നിത്യ, നീ പോകുന്നുണ്ടോ? കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് വീണ്ടും വീണ്ടും പറയാതെ. ഞാൻ പോകുക, ചേച്ചിയോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ദേഷ്യത്തിൽ ലക്ഷ്മി വന്ന് ബെഡിലിരുന്നു. അഭിറാം, നീ എന്തൊക്കെ ചെയ്താലും ഈ കല്യാണം നടക്കില്ല. ഇനി നടന്നാലും ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല. അഭിയേട്ട ഇവിടെ? രാവിലെ തന്നെ ഉച്ചത്തിലെ ആമിയുടെ അലർച്ച കേട്ട് അഭി ജിമ്മിൽ റൂമിൽ നിന്ന് വന്നു. എന്തിനാ നീ ഇങ്ങനെ ഇത്രയും ഒച്ചയിൽ വിളിക്കുന്നേ? എനിക്ക് ചെവി കേൾക്കാം. എന്താ കാര്യം അത് പറ. അഭിയേട്ട, സഞ്ജുവേട്ടൻ ഫോൺ എടുക്കുന്നില്ല. അഭിയേട്ടൻ്റെ ഫോണിൽ ഒന്ന് വിളിച്ചു നോക്ക് പ്ലീസ്. എൻ്റെ ആമി, നീ അവന് കുറച്ച് സമാധാനം കൊടുക്ക്, അവന് ഉറക്കാവും. നിനക്ക് രാവിലെ പഠിക്കാനൊന്നുമില്ലേ? അടുത്ത മാസം എക്സാമാണ്. എങ്ങാനും ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് അല്ലെങ്കിൽ ഫോൺ എൻ്റെ കയ്യിലിരിക്കും. അതോടെ തീരും നിൻ്റെ വിളി. രാവിലെ ഒരുങ്ങി കോളേജിൽ പോവാൻ നോക്കിയേ. അഭിയേട്ട പ്ലീസ്, ഇന്നലെ ഒന്നും സഞ്ജുവേട്ടൻ എന്നെ വിളിച്ചില്ല. എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ സഞ്ജുവേട്ടൻ എന്നെ വിളിക്കാതിരിക്കില്ല. പറഞ്ഞു തീർന്നതും ആമി കരഞ്ഞു തുടങ്ങി. അയ്യേ, നാണക്കേട്. നീ എന്തിനാ കരയുന്നത്? അവൻ ഉറങ്ങിപ്പോയി കാണും. 2 ദിവസമായി അവൻ നല്ലപോലെ ഉറങ്ങിയിട്ട്, അതാവും. അവളെ ചേർത്ത് നിർത്തി പറഞ്ഞു. എങ്കിലും ആമി കരഞ്ഞോട് തന്നെ ഇരുന്നു. രാത്രി വിളിച്ചപ്പോൾ എന്താ അവൻ പറഞ്ഞത്? അത് സുഭദ്രാൻ്റിക്ക് ടാബ്ലറ്റ് വാങ്ങാൻ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുക, ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്ന്. പിന്നെ വിളിച്ചില്ല, വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. അഭിയേട്ട, ദേവനങ്ങളിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, ഞാൻ വിളിച്ചിട്ടും അവൻ എടുത്തില്ല. ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. നീ കോളേജിൽ പോവാൻ ഒരുങ്ങ്, ചെല്ല്. കരയാതെ കണ്ണു തുറക്ക്. ദേവനെങ്കിൽ സഞ്ജു എവിടെ? എത്ര നേരം ഞാൻ അവനെ വിളിച്ചു എന്നറിയോ? മനുഷ്യനെ പേടിപ്പിക്കാൻ. അഭിയോ, കേറി വാ.
സുഭദ്ര അമ്മയ്ക്കൊരു ചായ എടുക്ക്. അതൊക്കെ പിന്നെ കുടിക്കാം. അവനെവിടെ? ഇന്നലെ രാത്രി അമ്മയ്ക്ക് ടാബ്ലറ്റ് വാങ്ങാൻ പോയവൻ തലയിലൊരു കെട്ടുമായ വന്ന് കയറിയേ. വണ്ടിക്ക് മുന്നിൽ പൂച്ച ചാടി. അപ്പോൾ വെട്ടിച്ചപ്പോൾ മതിലിൽ മറ്റോ ഇടിച്ചു. എന്നിട്ട് ഹോസ്പിറ്റൽ പോയോ? നല്ല മുറിവാണോ? എന്തെന്നെ വിളിച്ചു പറയാഞ്ഞേ? എൻ്റെ അഭി, നീ ഒന്ന് സമാധാനിക്ക്. അവനൊന്നുമില്ല, മുകളിൽ റൂമിലുണ്ട്. ചെല്ല്. സഞ്ജു, എങ്ങനെയുണ്ട് നിനക്ക്? നിനക്കെന്താ പറ്റിയേ? തലയിൽ കൈവച്ച് കിടക്കുന്ന സഞ്ജുവിൻ്റെ അരികിലേക്ക് അഭി ഓടിച്ചെന്നു. എൻ്റെ അഭി, നീ ഒന്നിരിക്ക്. എനിക്കൊന്നുമില്ല. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ എടുക്കാൻ പോവരുതെന്ന്. വീട്ടിൽ ചെല്ലട്ടെ. ഇന്നത്തോടെ അവളുടെ വിളി ഞാൻ നിർത്തും. നീ എന്തിനാ അഭി ആമിയെ വഴക്ക് പറയുന്നത്? ഇത് കരുതിക്കൂട്ടി ആരോ പ്ലാൻ ചെയ്തതാണ്. നീ എന്താ പറയുന്ന സഞ്ജു? അതേ അഭി, ആരോ നമ്മുടെ പുറകിലുണ്ട്. ഇത്തവണ ലക്ഷ്യം ഞാനായിരുന്നു. ജസ്റ്റ് മിസ് അല്ലേ തീർന്നേനെ. ഇനി ചിലപ്പോൾ നിനക്കാവാം. നീ സൂക്ഷിക്കണം. നീ റെസ്റ്റ് എടുക്ക്. ആമി കരച്ചിലായിരുന്നു, വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഒന്ന് വിളിച്ചേക്ക്. എനിക്ക് അത്യാവശ്യം ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്. സഞ്ജു എന്തോ പറയും മുന്നേ അഭിറാം റൂമിട്ടിരുന്നു. തലയിലെ ശക്തമായ വേദനയോടെ രാഹുൽ അവൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. മുകളിൽ കറങ്ങുന്ന ഫാൻ മാത്രം എഴുന്നേറ്റിരുന്നു. നേരെ നോക്കിയപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ്റെ വയറിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു. അവൻ പോലും അറിയാതെ ആ പേര് വെളിയിൽ വന്നു. അഭിറാം. തൻ്റെ മുന്നിൽ നിൽക്കുന്ന അഭിയെ പേടിയോടെ രാഹുൽ നോക്കി. നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്താ നിന്റെ ഉദ്ദേശം? നീ പേടിക്കേണ്ട രാഹുൽ, കൊല്ലാനൊന്നുമല്ല. നീ എൻ്റെ പൊന്മുട്ടയിടുന്ന താറാവല്ലേ. നീ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ പൊന്മുട്ടയെ സ്വന്തമാക്കും? ഇത് ഏതാ സ്ഥലം? മുന്നിൽ നിന്ന് മാറ്. എനിക്ക് വീട്ടിൽ പോകണം. അയ്യേ, ഇതെന്താ ഒരുമാതിരി കൊച്ചു കുഞ്ഞിനെ പോലെ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നിന്റെ ക്യാരക്ടർ ചേഞ്ച് ഒരു രക്ഷയുമില്ല കേട്ടോ. അഭിറാം, എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമില്ല. മാറ്. അവനെ തള്ളി മാറ്റി മുന്നോട്ട് പോയ രാഹുലിനെ കഴുത്തിൽ കൂടെ കൈയിട്ട് അഭി തന്നോട് ചേർത്ത് പിടിച്ചു. എവിടെ പോവാൻ? എല്ലാ മാസവും നിന്റെ പ്രിയപ്പെട്ട ആളിനൊപ്പം സമയം ചിലവിടാനല്ലേ പോകുന്നത്. അങ്ങനെ ഇപ്പം നീ പോവണ്ട. കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ രാഹുൽ അഭിയെ കണ്ണുയർത്തി നോക്കി. നീ എന്താടാ കരുതിയേ എന്നെപ്പറ്റി? ഈ അഭിറാം ഒരാളെ ശത്രുപക്ഷത്ത് നിർത്തിക്കഴിഞ്ഞാൽ അയാൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെയാണ് ആദ്യം തിരക്കുക. ഇപ്പം മറ്റാരെക്കാളും നിന്നെ പറ്റി അറിയാം എനിക്ക്. കഴുത്തിലൂടെ ചേർത്ത് പിടിച്ച അഭിയുടെ കൈമുറുകും തോറും രാഹുലിന് വേദനിച്ചു തുടങ്ങിയിരുന്നു. ഒപ്പം ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും. പെട്ടെന്ന് ഓർത്തതുപോലെ അഭി തൻ്റെ കൈ വലിച്ചെടുത്തു. അഭിയിൽ നിന്ന് അകന്നു മാറി ഒരു നിമിഷം നിലച്ചുപോയി തൻ്റെ ശ്വാസം രാഹുൽ വലിച്ചെടുത്തു. അഭിറാം, നീ എന്നോടുള്ള പകയിൽ ബാക്കി നീ പറയേണ്ട രാഹുൽ. എനിക്ക് നിന്നോട് പകയുണ്ടെങ്കിൽ ഞാനത് നേരിട്ട് തീർക്കും. അല്ലാതെ നിന്നെ പോലെ ചെറ്റത്തരം കാണിക്കില്ല. എന്ത് ധൈര്യത്തിലാണറ പൊന്ന മോനെ നീ എൻ്റെ സഞ്ജുവിനെ? അഭിയുടെ കൈ ചുരുട്ടിയുള്ള ഇടിയിൽ രാഹുലിൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വന്നു. പൊത്തിപ്പിടിച്ച മുഖവുമായി രാഹുൽ പകയോടെ അഭിയെ നോക്കി. ലക്ഷ്മി, അവളെ കണ്ട് ഇഷ്ടമായിട്ട് പുറകെ നടന്ന് അത് ഞാൻ സമ്മതിക്കുന്നു. അതിൻ്റെ പേരിൽ ആരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല. പക്ഷെ നീ എന്നോട് കാണിക്കുന്ന ഈ കളിയുണ്ടല്ലോ രാഹുൽ, എനിക്ക് പ്രിയപ്പെട്ടവരെ തിരഞ്ഞു പിടിച്ചു വേദനിപ്പിക്കുന്ന ഈ കളി, അത് നിനക്ക് ഒത്തിരി ദോഷം ചെയ്യും. പിന്നെ പണ്ടുള്ളവർ പറയുന്നത് പോലെ എൻ്റെ കാര്യത്തിൽ ഇപ്പം നീ ചെയ്തത് ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെയാണ്. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തി അവളോട് സത്യം പറയിപ്പിക്കാനാണോ പ്ലാൻ ചെയ്യുന്നത്? എങ്കിൽ ഒരിക്കലും നടക്കില്ല. നിനക്ക് വേണ്ടി എൻ്റെ വായിൽ നിന്ന് നിന്നെ പറ്റി നല്ലൊരു വാക്ക് പോലും വീഴില്ല അഭിറാം. അവളെ എനിക്ക് സ്വന്തമാക്കാൻ നീ വാവൊന്നും പൊളിക്കേണ്ട. വെറും ഒരാഴ്ച ഇതിനുള്ളിൽ കിടന്നാൽ മതി. അപ്പോൾ കിടക്കുവല്ലേ? ഇതിനെ കിഡ്നാപ്പ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല രാഹുൽ. നീ ഈ മുറിയിൽ സ്വതന്ത്രനാണ്. അഭിറാം, ഒന്ന് നീ നിർത്തുന്നുണ്ടോ? എന്തൊക്കെ ചെയ്തു നീ അവളെ സ്വന്തമാക്കിയാലും അവൾ നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല. നിനക്ക് നല്ലൊരു ഭാര്യയാവില്ല ലക്ഷ്മി. ഉപദേശത്തിന് നന്ദി. അപ്പോൾ ഒറ്റയ്ക്കാണെന്ന് വെച്ച് ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കല്ലേ. എങ്ങാനും നീ തട്ടിപ്പോയാൽ തീർന്നു എൻ്റെ പ്ലാന്. പിന്നെ എനിക്കറിയാം രാഹുൽ, നിനക്ക് മരിക്കാൻ പേടിയാണെന്ന്. അതിൻ്റെ കാരണവും അറിയാം. അപ്പം ഞാൻ പോകുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാൻ നോക്കണ്ട, നടക്കില്ല. പിന്നെ ടേബിളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. മുറിവുള്ളിടത്ത് തന്നെ ക്ലീൻ ആക്കിക്കോ. നീ ആദ്യം എന്നെ ഒന്ന് ചൊറിഞ്ഞു. പ്രതികരിക്കാഞ്ഞത് എൻ്റെ തെറ്റ്. അതുകൊണ്ടല്ലേ നീ വീണ്ടും എൻ്റെ മാന്തിയത്. ഇനിയും ഞാൻ നോക്കി നിന്ന നീ എന്നെ കടിച്ചാലോ? ഈ മുറിവ് അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ രാഹുൽ, ഞാൻ പോട്ടെ, ഇത്തിരി തിരക്കുണ്ട്. പുറത്തേക്കിറങ്ങി റൂം പൂട്ടി പോകുന്ന അഭിയെ ദേഷ്യത്തിൽ രാഹുൽ നോക്കി. കഴുത്താണെങ്കിൽ വലിഞ്ഞു മുറുകുന്ന വേദന. 5 മിനിറ്റ് അവൻ അങ്ങനെ പിടിച്ചു നിന്നുവെങ്കിൽ തൻ്റെ കഥ കഴിഞ്ഞേനെ.
ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് വേണം അഭിറാമിനെ വീഴ്ത്താൻ. ആദ്യം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവണം. പക്ഷേ എങ്ങനെ? ലക്ഷ്മി അവളുടെ കല്യാണം നടന്ന ഇത്ര നാൾ തൻ്റെ പക ഓർക്കും തോറും രാഹുലിന് ദേഷ്യം പതഞ്ഞു പൊങ്ങി. ചേച്ചി, അഭിറാം സാറും അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് പെണ്ണ് കാണാൻ. ആര് പറഞ്ഞിട്ട്? ആരോട് ചോദിച്ചിട്ട്? എൻ്റെ ഇഷ്ടമില്ലാതെ പെണ്ണ് കാണാൻ വരാൻ അവരോട് ആര് പറഞ്ഞു? ചേച്ചി, അവർ വന്ന സ്ഥിതിക്ക് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇനി അവരോട് നേരിട്ട് പറയണോ? അങ്ങനെ കടുപ്പിച്ച തീരുമാനം എടുക്കലെൻ്റെ ലക്ഷ്മിക്കുട്ടി. മുറിയിലേക്ക് കയറി വന്ന അബിയെ കണ്ട് ലക്ഷ്മി ദേഷ്യത്തിൽ മുഖം വെട്ടിച്ചു. നിത്യ, ഒരു 5 മിനിറ്റ്. അബി അങ്ങനെ പറഞ്ഞതും നിത്യ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. അഭിറാം നിത്യയോട് പറഞ്ഞത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഈ റൂം വിട്ട് വെളിയിൽ വരില്ല. സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ നിങ്ങൾ നന്നായി നാണം കെട്ട് പോകേണ്ടി വരും. അങ്ങനെ ഞാൻ നാണം കെട്ട് ഇവിടെ നിന്ന് പോയാ ആ ദേഷ്യം ഞാൻ രാഹുലിൻ്റെ ബോഡിയിൽ തീർക്കും. ഇനി ഞാൻ കൈവച്ച അവൻ താങ്ങിയെന്ന് വരില്ല. നീ എന്താ അവന് ചെയ്തേ? ഇപ്പോൾ ഒന്നും ചെയ്തില്ല. തീരുമാനം നിനക്ക് വിട്ടുതരുന്നു. നിനക്ക് തീരുമാനിക്കാം അവൻ ജീവിക്കണോ അതോ. ഞാൻ നിന്നോട് ക്ഷമിക്കില്ല അഭിറാം. അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. അതൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ, ഇപ്പോഴത്തെ തീരുമാനം പറ. നിങ്ങൾ പറയുന്ന എന്തും അനുസരിക്കാനും ഞാൻ തയ്യാറാണ്. രാഹുലിൻ്റെ ജീവൻ എൻ്റെ ആവശ്യമാണ്. അതെനിക്കറിയാം. ഞാൻ ഈ കാണിക്കുന്ന ചെറ്റത്തരമാണ്. പക്ഷേ എന്തു ചെയ്യാം, ആവശ്യം എൻ്റെയല്ലേ. അപ്പോൾ ഒരുങ്ങി സുന്ദരിയായി ഹാളിലേക്ക് പോര്. അഭിർ റൂമിൽ നിന്ന് പോയതും ലക്ഷ്മി തകർന്നിരുന്നു. പാവം രാഹുൽ, അവനെന്തേലും പറ്റിയ? അഭിറാം പറയുന്നത് കേൾക്കാതെ തൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. ഹാളിലേക്ക് നടന്നു വരുന്ന ലക്ഷ്മിയെ കണ്ട ആമയുടെ വാ തുറന്നുപോയി. എന്താ ഭംഗി! അവളത് പറഞ്ഞത് ഇത്തിരി ഒച്ചത്തിലായി പോയി. എൻ്റെ ആമി, നീ വാ അടച്ചു വെക്ക്, അല്ലല്ലേ ഈച്ച കയറുവേ. സഞ്ജുവിൻ്റെ കളിയാക്കൽ കേട്ട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അവളെ കണ്ട രാജിയുടെ അവസ്ഥയും അറിച്ചായിരുന്നില്ല. അവളെ കണ്ടതും രാജി എണീറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. തലയിൽ തലോടി. മോളുടെ മുറിവിന് വേദനയുണ്ടോ? ഇല്ല, കുറവുണ്ട്. എന്തോ അബിയോടുള്ള ദേഷ്യം ആ അമ്മയോട് കാണിക്കാൻ അവൾക്ക് തോന്നിയില്ല. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് വന്ന ആമിയെ അവൾ അത്ഭുതത്തിൽ നോക്കി. ചേച്ചിക്ക് അബിയേട്ടനെയും ദാ ബാലചന്ദ്രൻ മേനോനും പോലെയുള്ള തലയിൽ കെട്ടിയിരിക്കുന്ന ആ വാലിനെയുമല്ലേ അറിയൂ, ഞങ്ങളെ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. അഭിരാമി വർമ്മ. ആമി എന്ന് എല്ലാവരും വിളിക്കുക. ഇനി ചേച്ചിയും അങ്ങനെ വിളിച്ചാൽ മതി. പിന്നെ ഇതമ്മ രാജേശ്വരി എന്ന പേര്. പിന്നെ ഡാഡി. സാറിനെ എനിക്കറിയാം, 1-2 തവണ കണ്ടിട്ടുണ്ട്. അതിനിടയിൽ ചെറിയമ്മ ചായ കൊണ്ടുവന്നു, നിത്യ പലഹാരവും. മോനൊന്നും കഴിക്കുന്നില്ലേ? ചായ മാത്രം എടുത്ത് അബിയോട് ചെറിയമ്മ ചോദിച്ചു. ഇല്ല, ഇനി അവൻ കല്യാണം മാത്രമേ കഴിക്കൂ, അല്ലേ അബി? സഞ്ജുവിൻ്റെ പറച്ചിൽ എല്ലാവരും ചിരിച്ചുള്ളൂ. ഉള്ളു പിടയുന്ന വേദനയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ലക്ഷ്മി അവിടെ തരിച്ചു നിന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ലക്ഷ്മിക്ക് ഉറക്കം വന്നില്ല. ഇന്നൊരു രാത്രി, അത് കഴിഞ്ഞാൽ താൻ അഭിറാമിൻ്റെ ഭാര്യയാണ്. ഒരിക്കൽ പോലും അഭിറാമിനെ പോലെ ഒരാളെ ഭർത്താവായി സങ്കല്പിച്ചു പോലും നോക്കിയിട്ടില്ല. പക്ഷേ 5 ദിവസമായി രാഹുൽ തനിക്ക് വേണ്ടി. ഇനിയും അവനെ വേദനിപ്പിക്കാൻ തനിക്കാവില്ല. നാളെ മുതൽ തൻ്റെ ജീവിതം എങ്ങനെയാവും? ഇപ്പം തൻ്റെ ജീവനേക്കാൾ എനിക്ക് പ്രധാനം രാഹുലാണ്. പക്ഷേ അഭിറാം, അവനോടൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല, സ്നേഹിക്കാനും. സഞ്ജു, എന്താടാ അബി? ലക്ഷ്മി നാളെ എന്നോട് എങ്ങനെയാവും പ്രതികരിക്കുക? നീ വളരെ നല്ല കാര്യമല്ല ചെയ്തേ, അതുകൊണ്ടൊരു ട്രോഫി തരും. നോക്കിയിരുന്നു. എൻ്റെ മനസ്സ് പറയുന്നത് നാളെ തൊട്ട് നിൻ്റെ ലൈഫിൽ കണ്ടകശനി തുടങ്ങിയെന്നാ. ഈവൻ നിൻ്റെ ഒരു മുടിഞ്ഞ കരുനാക്ക് കെട്ടാനുള്ള മൂഡ് പോയി. നീ നോക്കിക്കോ, എന്നെങ്കിലും എൻ്റെ സ്നേഹം അവൾക്ക് മനസ്സിലാവും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നാളെ പൂവണിയുന്നത്. ചെമ്പരത്തി പൂവാവാതിരുന്നാൽ മതി. എൻ്റെ സഞ്ജു, നീ ഫോൺ വെച്ചിട്ട് പോകുന്നുണ്ടോ ഉള്ള മൂഡ് കളയാൻ? എങ്കിൽ നാളെ കാണാം. അഭി തൻ്റെ ബെഡിൽ വന്നിരുന്നു. ഇനി തൊട്ട് ഉറങ്ങും മുൻപും ഉണർന്നു കാണുന്നതും ലക്ഷ്മിയുടെ മുഖമാണ് എന്നോർത്തപ്പോൾ അവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. വർമ്മ ഗ്രൂപ്പിൻ്റെ കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു വിവാഹം. അതിമനോഹരമായാണ് മണ്ഡപം ഒരുക്കിയിരുന്നത്. പെട്ടെന്നായതുകൊണ്ട് അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ചതുരാകൃതിയിലുള്ള മണ്ഡപം. അതിനു പുറകിൽ വെളുത്ത കർട്ടനിൽ ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ലവ് ഷേപ്പിനുള്ളിൽ അഭിറാം വേർഡ്സ് ലക്ഷ്മി എന്ന് മനോഹരമായി ചെറിയ വെള്ളപ്പൂക്കൾ കൊണ്ട് എഴുതി വച്ചിരിക്കുന്നു. സ്വർണ്ണ കസവുള്ള വെള്ളമുണ്ടും അതിനോട് ചേരുന്ന വെള്ള ഷർട്ടുമാണ് അഭിയുടെ വേഷം. മുഹൂർത്തത്തിന് സമയമായി, പെണ്ണിനെ കൊണ്ടുവന്നോളൂ എന്ന് പൂജാരിയുടെ വാക്കുകൾ കേട്ട് അഭി ലക്ഷ്മിയുടെ വരവിനായി നേരെ നോക്കി. ഗോൾഡൻ കളർ ബ്ലൗസും റെഡ് കളർ ബനാറസി സാരിയുമായിരുന്നു അവളുടെ വേഷം.
ബ്ലൗസിൻ്റെ 3/4 സ്ലീവിൽ റെഡ് ആൻഡ് വൈറ്റ് ഫ്ലോറൽ ഡിസൈനിൽ സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുന്നു. വില്ല് പോലുള്ള പുരികവും നെറ്റിയിലെ ചുവന്ന കല്ലുവച്ച ഗോപി പൊട്ടും, വാലിട്ടെഴുതിയ കണ്ണുകളും ലൈറ്റ് ഷെയ്ഡ് പിങ്ക് ലിപ്സ്റ്റിക്കും തുടുത്ത കവിൾത്തടങ്ങളും ഗോൾഡൻ കളർ ഐഷോഡോയുമെല്ലാം ആ മുഖത്തിൻ്റെ സൗന്ദര്യം എടുത്തു കാണിച്ചു. നീണ്ട മുടി മുഴുവൻ പുറകിലേക്ക് മെടഞ്ഞിട്ടിട്ടുണ്ട്. അവയ്ക്ക് ഭംഗിയേക്കാനായി സ്വർണ്ണത്തൊങ്ങലുകളുള്ള നെറ്റിച്ചൂട്ടിയും അണിഞ്ഞിരിക്കുന്നു. അവളുടെ സാരിക്ക് ചേർന്ന ചുവന്ന കല്ലു വെച്ചൊരു നെക്ലേസും ഗോൾഡൻ പ്ലേറ്റ് ലോങ് ചെയിനും മറ്റൊരു ഗ്രീൻ ഫ്ലോറൽ ചെയിനും വടിവൊത്ത അരക്കെട്ടിന് ഭംഗി കൂട്ടി 2 ലെയറായി നടുവിൽ തൊങ്ങലുമായി പിടിപ്പിച്ച ഹിപ്പ് ചെയിനും അണിഞ്ഞിരുന്നു. കയ്യിൽ സ്വർണ്ണവളകൾക്കിടയിൽ ചുവപ്പ് കുപ്പിവളകൾ കൂടെ അണിഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിയെ കണ്ടതും താനേതോ സ്വപ്നലോകത്താണെന്ന് അബിക്ക് തോന്നി. അവൾ അടുത്തു വന്നിരുന്നതും പൂജാരി താലി കെട്ടാൻ പറഞ്ഞതും ഒന്നും അവൻ അറിഞ്ഞില്ല. അബിഡാ, താലികെട്ട്, ഈ പൊട്ടൻ ഇത് കുളമാക്കും. അബി, സഞ്ജുവിൻ്റെ തോളിൽ തട്ടിയുള്ള വിളിയിൽ അബി ഞെട്ടി എണീറ്റു. എന്താടാ സഞ്ജു? അയ്യോ ഒന്നുമില്ല, ആ വെച്ച് നീട്ടിയ താലി ഒന്ന് കെട്ടിയാൽ ബാക്കിയുള്ളവന് പോയി സദ്യ കഴിക്കാം. മനുഷ്യനെ മെനക്കെടുത്താൻ. ഒരു വലിച്ച ചിരിയോടെ അബി താലി കയ്യിൽ വാങ്ങി. അബിയുടെ കയ്യിൽ താലി കണ്ടതും ലക്ഷ്മിക്ക് തൻ്റെ ശരീരം തളരുന്നതായി തോന്നി. ഈ മഞ്ഞ ചരടിൽ അവസാനിക്കും തൻ്റെ സ്വപ്നങ്ങൾ. അവൾ ദയനീയമായി അബിയെ നോക്കി. ആ കൈകൾ തൻ്റെ കഴുത്തിന് നേരെ അടുക്കുന്നതും ആ മഞ്ഞച്ചരട് തൻ്റെ കഴുത്തിൽ അമരുന്നതും വേദനയോടെ അവൾ അറിഞ്ഞു. ഞൊടിയിടയിൽ അവളുടെ സീമന്തരേഖ ചുവന്നതും അവൾ അറിയാതെ കൺകോണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. ചെങ്ങലക്കഴുത്തിൽ കിടക്കുന്ന മുറുകുന്ന വേദനയിൽ അവൾ അബിയെ നോക്കി. അവളുടെ നോട്ടം നേരിടാനാകാതെ അഭിമുഖം താഴ്ത്തി. എനിക്കറിയാം ലക്ഷ്മി, നീ ഇപ്പോൾ ഏറ്റവും വെറുക്കുന്നത് എന്നെയാവും. എന്നെങ്കിലും ഒരിക്കൽ ഞാനായിരുന്നു ശരിയെന്ന് നിനക്ക് മനസ്സിലാവും. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഫോട്ടോ എടുപ്പും ആഹാരം കഴിക്കലും യാത്രയാക്കലും. കാറിൽ കയറാൻ നേരം എത്ര നിയന്ത്രിച്ചിട്ടും സങ്കടം അണപൊട്ടിയൊഴുകി. അച്ഛനെയും നിത്യയെയും കെട്ടിപ്പിടിച്ച് എത്ര നേരം കരഞ്ഞു എന്നറിയില്ല. അബിയുടെ അമ്മ അവളെ ചേർത്തു നിർത്തി. ഇന്ദ്രപ്രസ്ഥം എന്ന ആ വലിയ വീടിൻ്റെ മുന്നിൽ കാറ് വന്നു നിന്നു. ചേച്ചി ഇറങ്ങ്, വീടെത്തി. ആമിയുടെ ശബ്ദം അവളെ ചിന്തകളിൽ നിന്നുണർത്തി. വിളക്കുമായി കാത്തുനിന്ന രാജിയിൽ നിന്ന് വിളക്ക് കയ്യിൽ വാങ്ങി വിറക്കുന്ന കാലോടെ അവൾ അകത്ത് കയറി. പൂജാമുറിയിൽ വിളക്ക് കൊണ്ടുവച്ച് വന്നപ്പോൾ ആമിയോടായി രാജി പറഞ്ഞു. ആമി, ചേച്ചിക്കേട്ടൻ്റെ മുറി കാണിച്ചു കൊടുത്തേ. മോള് പോയി ഇതൊക്കെ ഊരി ഫ്രഷാവ്. രാവിലെ തൊട്ട് ഒറ്റ നിൽപ്പല്ലേ. അബി ഡ്രസ്സ് മാറാൻ നിന്നോട് പ്രത്യേകിച്ച് പറയണോ? അമ്മേ, ഞാനൊന്ന് പുറത്തു പോകുക, ഒരത്യാവശ്യമുണ്ട്. ഈ സമയത്ത് എന്താ ഇവനാവശ്യം? പുറത്തോട്ട് പോയ അബിയെ കണ്ടവർ മനസ്സിലോർത്തു. സഞ്ജു, അബി എവിടെ പോയതാ? എനിക്കറിയില്ല ആൻറ്റി, എന്നോടൊന്നും പറഞ്ഞില്ല. ഇവൻ്റെ കാര്യം. മോള് പോയി ഡ്രസ്സ് മാറ്. ഇതാണ് അബിയേട്ടൻ്റെ മുറി. ചേച്ചി റെസ്റ്റ് എടുത്തോ, ഞാനിപ്പോൾ വരാം. മുറിയിൽ കയറിയതും ഡ്രസ്സിംഗ് ടേബിളിൻ്റെ കണ്ണാടിയിൽ ലക്ഷ്മി നിന്നു. നെറ്റിച്ചൂട്ടി മാറ്റി ദേഷ്യത്തിൽ അവളുടെ സീമന്തരേഖയിലെ സിന്ദൂരം അമർത്തി തുടച്ചു. എന്നാൽ കൂടുതൽ സ്ഥലത്തെ പടരുന്നതല്ലാതെ അത് തുടച്ചു മാറ്റാൻ അവൾക്കായില്ല. സങ്കടവും ദേഷ്യവും കരച്ചിലായി അണപൊട്ടിയൊഴുകി. ഭിത്തിയിലൂടെ നിരങ്ങി അവൾ താഴേക്കിരുന്നു. മുറിയിലേക്ക് വന്ന വെളിച്ചത്തിൽ രാഹുൽ അവൻ്റെ കണ്ണുകൾ ഉയർത്തി മുന്നിൽ വന്ന ആളെ നോക്കി. നവവരനായി തൻ്റെ മുന്നിൽ നിന്ന് അബിയെ കണ്ട് അവന് ദേഷ്യം ഇരച്ചു കയറി. നിനക്ക് ദേഷ്യം വരുന്നില്ലേ രാഹുൽ? വരും, എനിക്കറിയാം. അത് കാണാൻ വേണ്ടി മാത്രമാണ് ഡ്രസ്സ് പോലും മാറാതെ ഞാൻ നിന്റെ മുന്നിൽ വന്നത്. ഇപ്പോൾ അവൾ ലക്ഷ്മി വിശ്വനാഥല്ല, മിസ്സസ് ലക്ഷ്മി അഭിറാമാണ്. നിന്റെ മനസ്സിലെ പകയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തോറ്റുപോയി. എത്ര നാൾ അഭിറാം നിനക്ക് എന്നെ ജീവിതകാലം മുഴുവൻ ഇതിൽ ഇടാൻ പറ്റില്ല. ഞാൻ അവളുടെ മുന്നിൽ വരുന്ന അത്രയും ദിവസമുള്ളൂ നിന്റെ ഭർത്താവ് ഉദ്യോഗം. അത്രയും ആഴത്തിൽ അവളുടെ മനസ്സിൽ ഞാനുണ്ട്. ഇപ്പോൾ നിന്റെ താലിക്ക് പോലും കഴുത്ത് നീട്ടിയത് എനിക്ക് വേണ്ടിയാണ്. തൻ്റെ മുഖത്തിന് നേരെ കുനിഞ്ഞു വന്ന അബിയെ അവൻ പേടിയോടെ സൂക്ഷിച്ചു നോക്കി. രാഹുലിൻ്റെ ചെവി അടുപ്പിച്ച് അബി പറഞ്ഞ ഓരോ വാക്കും രാഹുലിന് നടുക്കമുണ്ടാക്കി. പേടിയോടെ അവൻ അബിയെ നോക്കി. അപ്പം നീ വീണ്ടും ലക്ഷ്മിയെ കാണാൻ ശ്രമിച്ച? ഞാൻ പറയണ്ടല്ലോ രാഹുൽ. അപ്പോൾ പോയിട്ട് പിന്നെ വരാം. 2 ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്യണേ. അബി തൻ്റെ ചെവിയിൽ പറഞ്ഞ ഓരോ വാക്കിൻ്റെ ഭീതിയിൽ രാഹുൽ തറഞ്ഞിരുന്നു. അബി മുറിയിൽ വന്നപ്പോൾ താഴെയിരിക്കുന്ന ലക്ഷ്മിയെ കണ്ടു. അബിയുടെ ഹൃദയം നുറുങ്ങി. അവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ലക്ഷ്മി എന്നവൻ്റെ ആ വിളിയിൽ അവൾ തല ഉയർത്തി നോക്കി.